Hi viewers, welcome back to another video of Tinsy's Academy. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് OET റീഡിംഗ് പാർട്ട് ബിയിൽ കോഴ്സ് ഓഫ് ആക്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, അനലൈസ് ദ ക്വസ്റ്റ്യൻ. Second one, read the options. And the third one is understand the difference between the option. ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് OET റീഡിംഗ് പാർട്ട് ബിയിൽ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിമാൻഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് വളരെ കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക, അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ദെൻ 3 ഓപ്ഷനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അക്കോർഡിംഗ് ടു ദ മെമ്മോ, GPs വിത്ത് പേഷ്യൻസ് അറ്റൻഡിങ് ആസ് ഔട്ട് പേഷ്യൻറ്റ് ഷുഡ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മെമ്മോ അനുസരിച്ച് GPs പേഷ്യൻസ് അറ്റൻഡിങ് ആസ് ഔട്ട് പേഷ്യൻസിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഷുഡ് എന്ത് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. സെക്കൻഡ് വൺ, കോഴ്സ് ഓഫ് ആക്ഷൻ, GP എന്ത് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ GPയുടെ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ GP ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പാരഗ്രാഫ് നമ്മൾ ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തെടുക്കുക. ഓപ്ഷൻ നമ്മളോട് ചോദിച്ചതായിരുന്നു പ്രൊവൈഡ് ദം വിത്ത് ആക്സസ് ടു ദ ന്യൂ സർവീസ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് വരുത്താൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യനുള്ള ക്ലിയർ ആയിട്ടുള്ള എന്ത് കാര്യമാണോ അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് റീഡ് ചെയ്യാനായിട്ട്, നമ്മുടെ ഓപ്ഷൻ റീഡ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? GPs ഷുഡ്. സോ GP ഷുഡ് പ്രൊവൈഡ് ദം വിത്ത് ആക്സസ് ടു ദ ന്യൂ സർവീസ്. അപ്പോൾ GP ഇവിടെ ചെയ്യേണ്ട കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് GP ഷുഡ് പ്രൊവൈഡ് ആക്സസ് എന്നുള്ളതാണ്, പേഷ്യൻസിന് ആക്സസ് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, GP ഷുഡ് ഇൻഫോം ദം ദാറ്റ് ലെറ്റേഴ്സ് വിൽ നോ ലോങ്ങർ ബി പോസ്റ്റഡ്. അപ്പോൾ GPs ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഫോം ലെറ്റേഴ്സ് വിൽ നോ ലോങ്ങർ ബി പോസ്റ്റഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ GPയുടെ ആക്ടിവിറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് GP ഷുഡ് എൻഷുവർ ദാറ്റ് ദേ ആർ അവെയർ ഓഫ് ദി ന്യൂ അറേഞ്ച്മെൻറ്റ്സ്. ദറ്റ് ഈസ് എൻഷുവർ ദേ ആർ, ദാറ്റ് ഈസ് ഔട്ട് പേഷ്യൻസ് അല്ലേ, ഔട്ട് പേഷ്യൻസിനെ നമ്മൾ അവെയർ ഓഫ് ദ ന്യൂ അറേഞ്ച്മെൻറ്റ്സ്, പുതിയ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചുള്ള ധാരണ കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. സോ അത് ചെയ്യേണ്ടത് GP ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. ഇനി 3 ഓപ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഒന്ന്, ആക്സസിൻ്റെ കാര്യമാണ്, പേഷ്യൻസിന് ആക്സസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ലെറ്റേഴ്സ് ഇനി മുതൽ പോസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഔട്ട് പേഷ്യൻസിന് അവെയർനെസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിലേതാണ് പാരാഗ്രാഫ് GPയോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ പാസേജ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ മെമ്മോ ടു ഓൾ ലോക്കൽ GPs, എല്ലാ ലോക്കൽ GPസിനുമാണ് ഈ മെമ്മോ പോയിരിക്കുന്നത്. പേഷ്യൻ്റ് ഇമെയിൽ സർവീസിനെ കുറിച്ചാണ്. സോ ഇനി എന്താണ് GPയോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ദ ന്യൂ പേഷ്യൻ്റ് ഇമെയിൽ സർവീസസ് ഓപ്പൺ ടു ഓൾ പേഷ്യൻസ് who are registered with a GP in the area and means they can receive information directly through their email box rather than through the post എന്നുള്ളതാണ്. അപ്പം പുതിയ, അല്ലെങ്കിൽ നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ന്യൂ പേഷ്യൻ്റ് ഇമെയിൽ സർവീസ് ഈസ് ഓപ്പൺ ടു ഓൾ പേഷ്യൻസ്. സോ എല്ലാ പേഷ്യൻസിനും ഈ സർവീസ്, പേഷ്യൻ്റ് ഇമെയിൽ സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവൈലബിൾ ആണ്. എത്തരം പേഷ്യൻസിനാണെന്ന് പറയുന്നുണ്ട്? ഹു ആർ രജിസ്റ്റേർഡ് വിത്ത് GP ഇൻ ദ ഏരിയ. സോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ്. സോ നമുക്ക് കൃത്യമായിട്ട് ആ ഏരിയയുള്ള GPക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് മീൻസ് ദേ ക്യാൻ റിസീവ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ത്രൂ ദെയർ ഇമെയിൽ ബോക്സ് റാദർ ദാൻ ത്രൂ ദ പോസ്റ്റ്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഈ ഇൻഫർമേഷൻ വളരെ ഡയറക്റ്റ് ആയിട്ട് ഇമെയിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, റാദർ ദാൻ ത്രൂ ദ പോസ്റ്റിനെ ഉപരിയായിട്ട്. ദ സർവീസ് ഈസ് ഓപ്ഷൻ, പക്ഷേ ഈ ഒരു സേവനം എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ആൻഡ് ഈസ് ഓപ്പൺ ടു ബോത്ത് പേഷ്യൻസ്. സോ 2 തരത്തിലുള്ള പേഷ്യൻസിനും ഈ സേവനം അവൈലബിൾ ആണ്. ഹു ആർ കറൻ്റ്ലി റിസീവിങ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദോസ് ഹു ആർ നോട്ട്. സോ ഇപ്പം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കും. ദ സർവീസ് പ്രൊവൈഡ്സ് ഫാസ്റ്റ് ഡെലിവറി ഓഫ് ഇൻഫർമേഷൻ. ഈ സേവനം പ്രൊവൈഡ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ളതാണ് അല്ലേ. ആൻഡ് അലൗസ് അഡീഷണൽ ഇൻഫർമേഷൻ ടു ബി സെൻഡ് അലോങ് വിത്ത് ദ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അപ്പോയിൻമെൻറ്റ് ലെറ്ററിനോടൊപ്പം അഡീഷണൽ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യും. ഓൾ ഇമെയിൽസ് വിൽ ബി പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ടു എൻഷുർ കോൺഫിഡൻഷ്യാലിറ്റി. എല്ലാ ഇമെയിൽസും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. പേഷ്യൻസ് ക്യാൻ സൈൻ അപ്പ് ത്രൂ ദ ഹോസ്പിറ്റൽ വെബ്സൈറ്റ്. പേഷ്യൻസിന് ആക്സസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വെബ്സൈറ്റിലൂടെ ആയിരിക്കും. ദേ വിൽ ബി ആസ്ക്ഡ് ടു പ്രൊവൈഡ് ദെയർ നെയിം. സോ ആക്സസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരോട് അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും NHS നമ്പറും ഇമെയിൽ അഡ്രസ്സും ചോദിക്കും, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം.
പ്ലീസ് മെൻഷൻ ടു ജി പീസിനോട് പറയണം അല്ലെങ്കിൽ മെൻഷൻ ചെയ്യണം. ദിസ് സർവീസ് ഇസ് നൗ അവൈലബിൾ വെൻ മേക്കിംഗ് റെഫറൽ ഫോർ ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെൻറ്റ്. ഈ സേവനം അവർക്ക് എന്താണ് അവൈലബിൾ ആണ് വെൻ മേക്കിംഗ് റെഫറൽസ് ഫോർ ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് GPസിൻ്റെ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം പാരഗ്രാഫിൽ ബാക്കി എല്ലാ സെൻറ്റൻസുകളും നമുക്ക് GPക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ്. എന്നാൽ GPയോട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പ്ലീസ് മെൻഷൻ ടു പേഷ്യൻസിനോട് പറയണമെന്നാണ്. അപ്പോൾ GPs ആണ് ആ കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത്, ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ലാസ്റ്റ് സെൻറ്റൻസ് കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് മെൻഷൻ ടു പേഷ്യൻസ് ദാറ്റ് ദിസ് സർവീസ് ഇസ് നൗ അവൈലബിൾ വെൻ മേക്കിംഗ് റെഫറൽസ് ഫോർ ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെൻറ്റ്. ആദ്യത്തെ ഓപ്ഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ് ദം വിത്ത് ആക്സസ് ടു ദ ന്യൂ സർവീസ്. അപ്പം അതിൻ്റെ കൃത്യമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിരുന്നു. GPs എന്ത് കൊടുക്കണം? ആക്സസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളോട് നമ്മളുടെ പാരഗ്രാഫിനകത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഓൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ആക്സസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് ആക്സസ് ചെയ്യാമെന്നുള്ളൊരു കാര്യം. പേഷ്യൻസ് ക്യാൻ സൈൻ അപ്പ് ത്രൂ ദ ഹോസ്പിറ്റൽ വെബ്സൈറ്റ്സ്. അപ്പോൾ അവിടെ GP ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ GP ഷുഡ് ഇൻഫോം ലെറ്റേഴ്സ് വിൽ നോ ലോങ്ങർ ബി പോസ്റ്റഡ് എന്നുള്ളതാണ്. അപ്പം നമ്മളോട് നമ്മുടെ മെമ്മോ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ GPക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് സർവീസ് ഇസ് ഓപ്ഷണൽ. ഈ സർവീസ് ഓപ്ഷണൽ ആണ് എന്നുള്ളൊരു കാര്യം. ദാറ്റ് മീൻസ് അവർക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മൂവിങ് ടു ദ തേർഡ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് GP ഷുഡ് എൻഷുവർ ദേ ആർ അവെയർ ഓഫ് ദ ന്യൂ അറേഞ്ച്മെൻറ്റ്. സോ ഈ പുതിയ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് അവർക്കൊരു ധാരണ കൊടുക്കണം അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് നമ്മളോട് നമ്മളുടെ തേർഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ലാസ്റ്റ് നമുക്ക് GPസിൻ്റെ ആക്ഷനായിട്ട് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്ലീസ് മെൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവരോട് പറയണം. അപ്പം ഇവിടെ നമുക്ക് GPക്കാണ് തന്നിരിക്കുന്നത്. അപ്പം GP ആണ് പറയേണ്ടതെന്നുള്ളതാണ്. സോ GPയുടെ കോഴ്സ് ഓഫ് ആക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്ലീസ് മെൻഷൻ ടു പേഷ്യൻസ് ദാറ്റ് ദിസ് സർവീസ് ഇസ് നൗ അവൈലബിൾ വെൻ മേക്കിംഗ് റെഫറൽസ് ഫോർ ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെൻറ്റ്. ഔട്ട് പേഷ്യൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് റെഫറൽസ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം പേഷ്യൻസിനോട് ഇത്തരം സർവീസസ് അവർക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം. കോഴ്സ് ഓഫ് ആക്ഷൻ ഓഫ് GP ആണ് നമുക്കവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷനാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എൻഷുവർ ദാറ്റ് ദേ ആർ അവെയർ ഓഫ് ദി ന്യൂ അറേഞ്ച്മെൻറ്റ്സ്. എങ്ങനെയാണ് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്മാർട്ട് ടിപ്പുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി, അതായത് ക്വസ്റ്റ്യൻ ടൈപ്പിനെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി.